നല്ല മനുഷ്യനാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഗുഡ് മാൻ. എന്താണ് നല്ലൊരു മനുഷ്യനാകേണ്ടതിന്റെ പ്രാധാന്യം? ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ എബി കൈലിയാസ്. നല്ല മനുഷ്യനാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഞാനും നിങ്ങളൊക്കെ, എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നല്ല മനുഷ്യനായി തീരുക എന്നുള്ളത്. നല്ല മനുഷ്യനാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേദപുസ്തക അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഇൻവോൾവ് ആകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്താണ് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം, റെഫറൻസുകളിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 2-ാം വാക്യം, പ്രോവർബ്സ്. Good people obtain favor from the Lord, but he condemns those who devise wicked schemes. ഉത്തമൻ യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു, ദുരുപായിക്കു അവൻ ശിക്ഷ വിധിക്കുന്നു. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു അങ്ങനെയാണ്. നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഉത്തമനാവുക, അല്ലെ? ഉത്തമനാകാൻ വേണ്ടിയിട്ട് യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഉത്തമനായിട്ടുള്ള മനുഷ്യൻ, അതിൽ ഗുഡ് മാൻ ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രസാദം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? റൈറ്റ്നെസ്സും ഇന്റഗ്രിറ്റിയും ആവശ്യമാണ്. നീതിയും സമഗ്രതയും ഉണ്ടായിരിക്കണം. നമ്മൾ നീതിമാനായിരിക്കണം, നീതി നമ്മളിൽ ഉണ്ടായിരിക്കണം, ഹോണസ്റ്റി ഉണ്ടായിരിക്കണം, മോറൽ അപ്രൈറ്റ്നെസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇനി നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടിയിട്ട് രണ്ടാമതുണ്ടാകേണ്ടത് ഗൈഡഡ് ബൈ ഗോഡ്. ദൈവത്താൽ നയിക്കപ്പെട്ടവനാവണം. ദൈവത്താൽ നയിക്കപ്പെടണം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന ഒരാളെ നല്ല മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവത്താൽ നയിക്കപ്പെട്ടവനാണ്, ഗൈഡഡ് ബൈ ഗോഡ്. സങ്കീർത്തനങ്ങൾ 37-ാം അധ്യായം 23-ാമത്തെ വാക്യം, പാംസ് 37:23. The steps of a good man are ordered by the Lord. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. നല്ലൊരു വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ യഹോവയോട് അതിനുള്ള ഒരു വഴി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മാർഗം നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യഹോവയാണ് നമ്മളെ വഴി നടത്തുന്നത് എന്നുണ്ടെങ്കിൽ, ദൈവത്താൽ നമ്മൾ നയിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു ഗമനം സുസ്ഥിരമായിരിക്കും. സ്ഥിരമായിട്ട് ആ ഒരു മേഖലയിലൂടെ നമുക്ക് വിജയങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഗൈഡഡ് ബൈ ഗോഡ്. നല്ലൊരു മനുഷ്യനാകണമെങ്കിൽ ദൈവത്താൽ നയിക്കപ്പെടുന്നവനാകണം. മൂന്നാമതായിട്ട് വേദപുസ്തകം പറയുന്നു, സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം 17-ാം വാക്യം, പ്രോവർബ്സ് 11:17. Your kindness will reward you, but your cruelty will destroy you. Kindness, അല്ലേ? എന്താ? ദയ, ഔദാര്യം, കൈൻഡ്നസ് ആൻഡ് ജനറോസിറ്റി ഉണ്ടായിരിക്കണം. ദയാലു ആയവൻ സ്വന്തം പ്രാണന് നന്മ ചെയ്യുന്നു, ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. നമ്മൾ ക്രൂരനായി മാറുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ സംഭവമാണ് നമ്മളെന്ന് വിചാരിക്കും. നമ്മൾ ദയാലു ആകുമ്പോൾ സ്വന്തം പ്രാണന് നന്മ ചെയ്യുന്നു. ഔദാര്യം നമ്മൾ കാണിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വളരെ ദയാലുവായിരിക്കണം, മറ്റുള്ളവരുടെ കൈൻഡ്നസ് ഉള്ളവരായിരിക്കണം, നമുക്ക് മറ്റുള്ള വ്യക്തികളെ നമ്മൾ പരിഗണിക്കുന്നവരായിരിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ ക്രൂരത കാണിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ സഹോദരനോട് നമ്മൾ ക്രൂരത കാണിക്കുമ്പോൾ സ്വന്തം ജഡത്തെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് സദൃശവാക്യങ്ങളിലൂടെ ശലോമോൻ രാജാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല മനുഷ്യനായി തീരേണ്ടതിന് ഗുഡ് മാൻ വേണ്ട നാലാമത്തെ നല്ല ക്യാരക്ടർ ഹ്യൂമിലിറ്റി ആൻഡ് മേഴ്സിയാണ്. എന്താണ് ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ? വിനയമാണ്. മേഴ്സി എന്ന് പറഞ്ഞാൽ കരുണയാണ്. മിഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം, ആക്ട് ജസ്റ്റ്ലി, ലവ് മേഴ്സി ആൻഡ് വാക്ക് ഹംബ്ലി വിത്ത് യുവർ ഗോഡ്. എന്താണ്? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, താഴ്മയും വിനയവും കരുണയും ഒക്കെയുള്ള ആളായിട്ട് മാറുക. വിനയവും കരുണയും ഒക്കെയുള്ള ആളായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ആക്ട് ജസ്റ്റ്ലി, വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യണം. പക്ഷേ എങ്ങനെ ആയിരിക്കണം? കരുണയോടെ കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, വളരെ ഹംബിളായിട്ട് യഹോവയുടെ മുമ്പിൽ നടക്കണം. യഹോവയാൽ നടത്തപ്പെടുമ്പോൾ, അതായത് ദൈവത്താൽ നമ്മൾ നയിക്കപ്പെടുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ വിനയവും കരുണയും ഉള്ളവരായിരിക്കണം. നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ കരുണയും ദയയുമുള്ളവനായിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ദയ തൽപരനായിരിക്കാൻ വേണ്ടിയിട്ട്, നല്ലത് എന്ത് എന്ന് കാണിച്ചു തരുന്നത് അത് ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനാണ്. വേറെ ഒന്നും നിന്നോട് ചോദിക്കുന്നില്ല. നല്ലൊരു മനുഷ്യനാകണമെങ്കിൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ താഴ്മയോടെയും വിനയത്തോടെയും നടക്കണം. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവനായിരിക്കണം. ഏറ്റവും നല്ല മനുഷ്യനാകേണ്ടതിന്റെ
ക്യാരക്ടറിസ്റ്റിൽ 4ാമത്തെ കാര്യമാണ് വിനയവും കരുണയും. 5ാമത്തത് ഫെയ്ത്ത്ഫുൾനെസ് ആണ്, വിശ്വസ്തത. ഗലാത്യർ 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഡു ഗുഡ് ടു എവരി വൺ എസ്പെഷ്യലി ടു ദോസ് ഇൻ ദ ഫാമിലി ഓഫ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക, വിശ്വസ്തരായിരിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. കൈൻഡ്നെസ്, ദയയും ഫോർഗീവ്നെസ്, ക്ഷമിക്കാനുള്ള ആ ഒരു മനസ്സും കഴിവും ഒക്കെ ഉണ്ടാവണം. ദയയും ഔദാര്യവും ഒക്കെ നമ്മൾ കാണിക്കണം. നമ്മൾ ദൈവത്താൽ നയിക്കപ്പെടണം. ദൈവത്തെ അന്വേഷിച്ച് ജീവിക്കുന്നവരാകണം. ദൈവത്തോടൊപ്പം മുന്നോട്ട് പോകുന്നതാവണം. നമുക്ക് വേണ്ട ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പിന്നോട്ട് പോകുമ്പോഴും നല്ല പ്രാർത്ഥനയുടെ അനുഭവം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ നല്ല മനുഷ്യനായിട്ട് മാറും. ഉത്തമൻ യഹോവയുടെ പ്രസാദം പ്രാപിക്കുന്നു, ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. ഗുഡ് മാൻ, അല്ലെ, നല്ലൊരു മനുഷ്യൻ. കൈൻഡ്നെസ് വിൽ റിവാർഡ് യു ബട്ട് യുവർ ക്രൂവൽറ്റി വിൽ ഡിസ്ട്രോയ് യു. നമ്മൾ ദയാലുവായിരിക്കണം, നമ്മൾ ക്രൂരനാകരുത്. നമ്മുടെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. ദയ നമ്മളിൽ ഉണ്ടാകണം. ഇതൊക്കെ ഒരു നല്ല മനുഷ്യന്റെ ഗുണഗണങ്ങളാണ് എന്ന് വേദപുസ്തകം നമ്മളെ സാക്ഷീകരിക്കുന്നു. വാക്കുകളെ ശ്രവിച്ചതിന് നന്ദി അറിയിക്കുന്നതോടൊപ്പം ദൈവത്തിലായിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.